In this video, let's discuss about estimate and different types of estimate. അപ്പോൾ എസ്റ്റിമേറ്റ് എന്താണെന്ന് ബ്രീഫായിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേറ്റ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കുള്ളത്. So, an estimate is the anticipated or probable cost of a work and is usually prepared before the construction is taken up. അപ്പോൾ എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ആൻറ്റിസിപ്പേറ്റഡ് ഓർ പ്രോബബിൾ കോസ്റ്റ്. ഒന്നെങ്കിൽ ഒരു ആൻറ്റിസിപ്പേറ്റഡ് അല്ലെങ്കിൽ പ്രോബബിൾ കോസ്റ്റ് ആണ്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ വർക്ക് നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിരിക്കും നമ്മളത് പ്രിപ്പയർ ചെയ്യുക. An estimate for any construction work may be defined as the process of calculating the quantities and cost of the various items required in connection with the work. അപ്പോൾ എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ക്വാണ്ടിറ്റീസ് ആൻഡ് കോസ്റ്റ്. നമ്മൾ ഒരു വർക്കിൻ്റെ, അതായത് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ആണെങ്കിൽ അതിൻ്റെ ഓരോ വർക്കിൻ്റെയും ക്വാണ്ടിറ്റീസും കോസ്റ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. The primary objective of the estimate, ഇത് primary എന്നാണ്. Primary objective of the estimate is to enable one to know beforehand the cost of work. അപ്പോൾ നമ്മുടെ എസ്റ്റിമേറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് വർക്ക് അറിയാൻ പറ്റും. നമ്മുടെ കയ്യിൽ ആ വർക്ക് കംപ്ലീറ്റ് ആക്കി കിട്ടുന്നതിന് മുന്നേ നമുക്ക് കോസ്റ്റ് ഓഫ് വർക്ക് നമുക്ക് അറിയാൻ പറ്റും. It is the probable cost of work and is determined theoretically by mathematical calculations based on the plan and drawing and the current rate. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോബബിൾ കോസ്റ്റ് ആണ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്, ഡ്രോയിങ്സ്, അതിൽ നിന്നെല്ലാം മെഷർമെൻറ്റ്സ് എടുത്ത് നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബബിൾ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. The actual cost is known only after the completion of the work from the account of completed work. അപ്പം നമ്മൾ പറഞ്ഞ പോലെ എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ പ്രോബബിൾ കോസ്റ്റ് ആണല്ലേ. അപ്പോൾ നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വൽ കോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റൂ. ചിലപ്പോൾ നമ്മുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റിനേക്കാളും അത് കൂടും, ചിലപ്പോൾ അത് കുറയും. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് കംപ്ലീഷൻ ഓഫ് ദി വർക്ക് ആയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എസ്റ്റിമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോബബിൾ കോസ്റ്റാണ് വരിക. ദെൻ ദിസ് ഇസ് ദ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്. ഇവിടെ ഇങ്ങനെ ഒരു 9 എണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിനകത്തൊരു 11 എണ്ണം ഉണ്ട് കേട്ടോ. അത് ഞാൻ 2-3 എണ്ണം ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് പഠിക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഏകദേശം എന്താണ് വരിക എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓർ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനെ നമ്മൾ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്നും പറയും. ഓക്കെ, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് അക്യുറേറ്റ് എസ്റ്റിമേറ്റ് ദാറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ്. അതാണ് ബെസ്റ്റും അതേപോലെ മോസ്റ്റ് അക്യുറേറ്റുമായിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ആണ് ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. This includes the detailed particulars for the quantities, rates and cost of all the items involved for satisfactory completion of the project. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ ഓരോ ഐറ്റം ഓഫ് വർക്കിൻ്റെയും ക്വാണ്ടിറ്റിയും റേറ്റും കോസ്റ്റും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. The dimensions, length, breadth and height of each item are taken out correctly from the drawing and quantities of each item are calculated and abstracting and billing are done. അപ്പോൾ നമ്മൾ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അങ്ങനത്തെ മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ ഡ്രോയിങ്സിൽ നിന്ന് എടുക്കും. അതിനുശേഷം നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യും, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ അബ്സ്ട്രാക്റ്റിംഗ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലൈയിങ് ദീസ് ക്വാണ്ടിറ്റീസ് ബൈ ദർ റെസ്പെക്റ്റീവ് റേറ്റ്. ഇങ്ങനെ നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റീനെ നമ്മൾ റെസ്പെക്റ്റീവ് റേറ്റുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഓൾ ദി ഐറ്റംസ് ഓഫ് വർക്ക്. അങ്ങനെയാണ് നമുക്ക് ഓരോ ഐറ്റം ഓഫ് വർക്കിൻ്റെയും കോസ്റ്റ് കിട്ടുന്നത്. കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റീനെ കറസ്പോണ്ടിങ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനുശേഷം നമ്മളതിനെ സമ്മറൈസ് ചെയ്ത് ഫൈനൽ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മൾ മെയിനായിട്ട് 2 സ്റ്റേജസിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ്
details of measurement and calculation of quantity. Second one is abstract of estimated cost. ഇങ്ങനെ രണ്ട് സ്റ്റെപ്പാണ് നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ചാൽ ദ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക് ആർ ടേക്കൻ ഔട്ട് കറക്റ്റ്ലി ഫ്രം ദ പ്ലാൻ ആൻഡ് ഡ്രോയിങ്സ് ആൻഡ് ക്വാണ്ടിറ്റീസ് അണ്ടർ ഈച്ച് ഐറ്റം ആർ കമ്പ്യൂട്ടഡ് ഓർ കാൽക്കുലേറ്റഡ് ഇൻ എ ടാബുലാർ ഫോം നെയിംഡ് ആസ് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളുടെ ഡ്രോയിങ്സിൽ നിന്നും പ്ലാനിൽ നിന്നെല്ലാം നമ്മൾ കറസ്പോണ്ടിങ് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ആ മെഷർമെൻറ്റ്സിൽ നിന്നും നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു ടാബുലാർ ഫോമിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഫോമിന് നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോം എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആ ക്വാണ്ടിറ്റീനെ നമ്മൾ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഓരോ ഐറ്റം ഓഫ് വർക്കിൻ്റെയും കോസ്റ്റ് കിട്ടും. അപ്പോൾ അതിനുള്ള ടാബുലാർ ഫോമാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ദ കോസ്റ്റ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക് ഈസ് കാൽക്കുലേറ്റഡ് ഇൻ എ ടാബുലാർ ഫോം ഫ്രം ദ ക്വാണ്ടിറ്റീസ് ഓൾറെഡി കമ്പ്യൂട്ടഡ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഈസ് വർക്ക്ഡ് ഔട്ട് ഇൻ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോം. ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ വരെ ഇതുണ്ട്, ഈ ഒരു ലൈൻ ഇവിടെ പെട്ടെന്ന് അങ്ങ് വന്നു പോയതാണ്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ രണ്ട് സ്റ്റേജസ് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വർക്കിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എ പെർസെൻറ്റേജ് യൂഷ്വലി 3% ഓഫ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഈസ് ആഡഡ് to allow for contingencies and a percentage of about 2% is provided for work charge establishment. അതായത് ഇപ്പോൾ നമ്മൾ കോളമൊക്കെ വരച്ച് നമുക്ക് നമ്മുടെ പ്രപ്പോസ്ഡ് പ്രോജക്റ്റിൻ്റെ എസ്റ്റിമേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഇങ്ങനെ കോണ്ടിൻജൻസീസ്, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കും. കാരണം എസ്റ്റിമേഷനിൽ പെടാത്ത കുറച്ച് വർക്കുകൾ, എക്സ്ട്രാ സൈറ്റിൽ വരുന്ന ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഈ എക്സ്ട്രാ പെർസെൻറ്റേജും കൂടി നമ്മൾ എടുക്കുന്നത്. ഇപ്പം എക്സ് എന്നൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം 3% അതിൻ്റെ കോണ്ടിൻജൻസി ആയിട്ടും 2% വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ടോട്ടൽ ഒരു 5% കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും. അത് രണ്ടും കൂടി സം ചെയ്തിട്ട് കിട്ടുന്ന ഗ്രാൻഡ് ടോട്ടൽ ആയിരിക്കും കറക്റ്റ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദ ഗ്രാൻഡ് ടോട്ടൽ ദസ് ഒബ്റ്റെയിൻ ഗീവ്സ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദി വർക്ക്. ദെൻ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഈസ് അക്കമ്പനീഡ് വിത്ത് ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ ഉണ്ടായിരിക്കുക. റിപ്പോർട്ട്, ജനറൽ സ്പെസിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ, ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് ഇൻക്ലൂഡ് plan, elevation, sectional elevation, detailed drawing, site plan or layout plan or index plan. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ ഉണ്ടായിരിക്കും. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ ടെക്നിക്കൽ സാങ്ഷനിങ് ദ കമ്പീറ്റൻറ്റ് അതോറിറ്റി ഫോർ അറേഞ്ചിങ് കോൺട്രാക്ട് ആൻഡ് ഫോർ എക്സിക്യൂഷൻ ഓഫ് വർക്ക്. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മൾ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ ടെക്നിക്കൽ സാങ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മൾ ഏതൊരു പ്രോജക്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പ്രോപ്പർ അതോറിറ്റിയിൽ നിന്ന് നമുക്കതിനൊരു സാങ്ഷൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അതേപോലെ ഫോർ അറേഞ്ചിങ് കോൺട്രാക്ട് ഫോർ ദി എക്സിക്യൂഷൻ ഓഫ് വർക്ക്, നമ്മൾ വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യും. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സ്റ്റേജസിൻ്റെ ഫോമാണിത്. ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമും അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോമും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോം ആൻഡ് ദെൻ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോം നമ്മൾ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ കോളം കൂടി ഉണ്ട് കേട്ടോ. അത് പെൻസിലുകൊണ്ട് വരച്ചപ്പോൾ ഇത് സ്കാൻ ചെയ്തതിൽ ക്ലിയർ ആവാത്തതാണ്. അപ്പോൾ ഫസ്റ്റ് നോക്കുക ഐറ്റം നമ്പർ. അത് നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞ നമ്പർ ഇടും. നെക്സ്റ്റ് വൺ ഡിസ്ക്രിപ്ഷൻ, ഏതാണോ വർക്ക് ആ വർക്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മളവിടെ കൊടുക്കും. ദെൻ നമ്പർ, അത് എത്ര നമ്പർ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഡ്രോയിങ്ങിൽ നിന്ന് കിട്ടുന്ന ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കോളത്തിൽ ക്വാണ്ടിറ്റി കിട്ടും. അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൽ സെയിം തന്നെ ഐറ്റം നമ്പർ, അതേ ഡിസ്ക്രിപ്ഷൻ, ഈ ക്വാണ്ടിറ്റി അവിടെ വരും. കറസ്പോണ്ടിങ് യൂണിറ്റ് നമ്മൾ എടുക്കുക. അപ്പോൾ ഫൗണ്ടേഷനൊക്കെ ആണെങ്കിൽ അതിന് നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മീറ്റർ ക്യൂബാണ് യൂണിറ്റ് വരിക. പക്ഷേ പ്ലാസ്റ്ററിങ് ഒക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചോ അവിടെ നമ്മൾ ഏരിയ ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടുത്തെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആയിരിക്കും. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള കറസ്പോണ്ടിങ് റേറ്റ്, ആ റേറ്റ് നമുക്ക് കിട്ടുന്നത്
കറൻറ്റ് മാർക്കറ്റ് റേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫിക്സഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് 2016 റേറ്റ് ബുക്കിലുള്ള റേറ്റാണ്. ആ റേറ്റ് വെച്ചിട്ട് നമ്മൾ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് കൊടുക്കും. ക്വാണ്ടിറ്റിയും റേറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എമൗണ്ട് കിട്ടും. അങ്ങനെ ടോട്ടൽ എമൗണ്ട് എല്ലാം സം ചെയ്യുക. അതിന് ശേഷം കോണ്ടിൻജൻസീസ്, ഫിക്സഡ് പെർസെൻറ്റേജ് കോണ്ടിൻജൻസീസും കൂടി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ. അതാണ് ബെസ്റ്റ് ആൻഡ് അക്യുറേറ്റ് ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഓർ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. അപ്പം പേര് കേൾക്കുന്ന പോലെ തന്നെ അതൊരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ്, അല്ലെങ്കിൽ അതൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കുന്ന എസ്റ്റിമേറ്റ് ആണ്. ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പോലെ ഭയങ്കര അക്യുറേറ്റ് ഒന്നും ആയിരിക്കില്ല, ജസ്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കുന്ന എസ്റ്റിമേറ്റ് ആണ് ഷോർട്ട് ടൈമിൽ. This is an approximate to find out an approximate cost in a short time and thus enables the authority concerned to consider the financial aspect of the scheme for according sanction to the same. നമ്മൾ ഷോർട്ട് ടൈമിൽ ഒരു അപ്രോക്സിമേറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് യൂസ് ചെയ്യുന്നത്. Such an estimate framed after knowing the rate of similar works and from practical knowledge in various ways for various types of work. അപ്പോൾ നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ, ഒന്നെങ്കിൽ നമ്മൾ സിമിലർ വർക്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ നോളജ് വെച്ചിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കുകയാണ് വീട്ടിൽ. ഏത് പ്ലാസ്റ്റിക്കിൻ്റെ അല്ല, സിമെൻറ്റിൻ്റെ, കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കുകയാണ്. 1000 ലിറ്റർ കപ്പാസിറ്റീൻ്റെ ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല അതിന് എത്ര കോസ്റ്റ് വരും, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ സെയിം 1000 ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സിമിലർ വർക്കല്ലേ, അപ്പോൾ അവിടെ പോയി നമ്മൾ ചോദിക്കും. ഇനി നമ്മൾ അന്വേഷിക്കും എത്ര രൂപയായി, അതിനെത്ര കോസ്റ്റായി, അതിനെന്തൊക്കെ വേണ്ടി വന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിക്കും അല്ലേ. അപ്പോൾ സിമിലർ വർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന് എത്ര റേറ്റ് വരുമെന്ന്. അങ്ങനെയാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലർക്ക് ഇങ്ങനെ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാകും. ഇതിങ്ങനെ ഇപ്പോൾ വർക്കേഴ്സ് ആണെങ്കിൽ ഇത് ഉണ്ടാക്കി ഇതിന് എത്ര വരും എന്നുള്ളൊരു നോളജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സിമിലർ വർക്കിൽ നിന്നോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജിൽ നിന്നോ ആണ് മെയിൻലി നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻലി ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. It is required for preliminary studies of various aspects of a work or project to decide the financial position and policy for administrative sanction by the administrative authority. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് മെയിൻലി ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനാണ്. അതിപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ 1000 ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 20,000 ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ആ ഒരു എമൗണ്ടിൽ ഇത് തീരും എന്ന് ഞാൻ വിചാരിച്ച് വെച്ചു. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ സിമിലർ വർക്കൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രയായി അതിന്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം അല്ലേ. ചിലപ്പോൾ ഈ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എമൗണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടാവും, ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അപ്പം അത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും എമൗണ്ട് ഇല്ല എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എമൗണ്ട് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ടാങ്കിൻ്റെ റിക്വയർമെൻറ്റൊക്കെ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം, അതിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കാം, അതിൻ്റെ മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ആണ്, ഇൻ കേസ് ഓഫ് കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ് ആസ് ഇറിഗേഷൻ പ്രോജക്റ്റ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് പ്രോജക്റ്റ് ആൻഡ് സിമിലർ പ്രോജക്ട്സ് വിച്ച് ഏൺ റവന്യൂ ഇൻകം, ദ പ്രോബബിൾ ഇൻകം മേ ബി വർക്ക്ഡ് ഔട്ട് ആൻഡ് ഫ്രം ദ പ്രിലിമിനറി എസ്റ്റിമേറ്റ് the approximate cost may be known and check the project is justified or not. പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ചില വർക്ക്സൊക്കെ നമുക്ക് റവന്യൂ ഇൻകം ഉണ്ടാക്കി തരുന്ന വർക്ക്സാണ്. അതായത് ഇപ്പോൾ ഇൻ കേസ് ഓഫ് നമ്മൾ കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ് എന്ന് വെച്ചാൽ അതിൽ മെയിൻലി ഷോപ്പൊക്കെയാണ് വരുന്നത്. പിന്നെ റെസിഡൻഷ്യൽ ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ റെൻറ്റിന് കൊടുക്കും. ഷോപ്പാണെങ്കിലും നമ്മൾ ബിൽഡിങ്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ റെൻറ്റിന് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്, നമുക്ക് ഇൻകം ഉണ്ടാക്കി തരുന്ന പ്രോജക്ട്സ് ആണ് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു ഷോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്, ഒരു അത്യാവശ്യം വലുതാണ്, ഒരു 50 lakh കൊടുത്ത് നമ്മളത് ഉണ്ടാക്കാൻ പോവുക. അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, അതായത് നമ്മൾ ഇത്രയും ക്യാപിറ്റൽ എമൗണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളത് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക്
അതിന് ടാലി ആവുന്ന ഒരു ഇൻകം കൂടി നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റണം. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ഈ 50 ലാഖിൻ്റെ ഷോപ്പൊക്കെ ഒരു ടൗൺ ഏരിയയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാ റൂംസും ചിലപ്പോൾ റെൻറ്റിന് പോവും. നമ്മൾ ഉദ്ദേശിക്കുന്ന റെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഇൻകം കിട്ടും. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എമൗണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ റിട്ടേൺ ആയി കിട്ടിക്കൊണ്ടിരിക്കും, ഇൻകമായി കിട്ടി നമുക്കത് ടാലി ആയി പോകും. അറ്റ് ദ സെയിം ടൈം നമ്മൾ അത്രയും വലിയൊരു ബിൽഡിങ് അതേപോലെ അത്ര ക്രൗഡഡ് ഒന്നും അല്ല, അത്ര വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയയിലൊന്നും അല്ല വെക്കുന്നതെന്ന് വെച്ചോ. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അതിലുള്ള എല്ലാ റൂമൊന്നും റെൻറ്റിന് പോയിക്കൊള്ളണമെന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അവിടുത്തെ ഇൻകം എന്തായി, ലോ ആയി. അപ്പോൾ നമ്മൾ ഇത്രയും ക്യാപിറ്റൽ എമൗണ്ട് അവിടെ കൊണ്ടുപോയി അത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് ലോസേ ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും അത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോർ നോൺ കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ് ഓർ ഫോർ പ്രോജക്റ്റ് ഗീവിങ് നോ ഡയറക്റ്റ് റിട്ടേൺ, നോൺ കൊമേഴ്ഷ്യലാണ്, നമുക്ക് റിട്ടേൺ ഒന്നും തരുന്നില്ലാത്ത പ്രോജക്ട്സിലും നമുക്ക് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? The necessity, utility, availability of money, etc. may be considered before the financial decision is taken. അതായത് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് റവന്യൂ ഒന്നും കിട്ടുന്നില്ലാത്തൊരു വർക്ക് നമ്മളൊരു സ്ഥലത്ത് തുടങ്ങുകയാണെങ്കിൽ എന്താണ് അവിടെ അത് തുടങ്ങേണ്ടതിൻ്റെ നെസസിറ്റി എന്താണ്, അതിൻ്റെ യൂട്ടിലിറ്റി എന്താണ്, പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അവൈലബിലിറ്റി ഓഫ് മണി നമുക്കുണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടും നമുക്ക് പ്രിലിമിനറി എസ്റ്റിമേറ്റ് യൂസ് ചെയ്യാം. അപ്പം മെയിൻലി ഈ 3 കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് യൂസ് ചെയ്യുന്നത്. This estimate is prepared showing separately the approximate cost of all important items of work as cost of land, cost of each building, cost of roads, water supply, sanitary works, electrification, etc. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ ഉണ്ടാവും. കോസ്റ്റ് ഓഫ് ലാൻഡ്, കോസ്റ്റ് ഓഫ് ഈച്ച് ബിൽഡിംഗ്, കോസ്റ്റ് ഓഫ് റോഡ്സ്, വാട്ടർ സപ്ലൈ, സാനിറ്ററി വർക്ക്സ്, ഇലക്ട്രിഫിക്കേഷൻ, എക്സെട്ര. The estimate is accompanied by a brief report explaining the necessity and utility of the project and also accompanied with a site plan or layout plan. അപ്പോൾ ഈ ഒരു എസ്റ്റിമേറ്റിലും നമുക്ക് ഒരു ബ്രീഫ് റിപ്പോർട്ട് ഉണ്ടായിരിക്കും. എന്താണ് ആ വർക്കിൻ്റെ നെസസിറ്റി, എന്താണ് അതിൻ്റെ യൂട്ടിലിറ്റി, പിന്നെ അതിൻ്റെ സൈറ്റ് പ്ലാൻ, ലേഔട്ട് പ്ലാൻ, അങ്ങനത്തെ ഡ്രോയിങ്സ് എല്ലാം വെച്ചിട്ടുള്ളൊരു ബ്രീഫ് റിപ്പോർട്ട് ഉണ്ടായിരിക്കും. അതേപോലെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിലെ പോലെ തന്നെ ഇതിനും നമ്മൾ ഒരു 5 to 10% കോണ്ടിൻജൻസീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദ തേർഡ് വൺ ഈസ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, സോ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമുക്ക് പേര് വെച്ച് തന്നെ എഴുതാൻ പറ്റും. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എസ്റ്റിമേറ്റ് നമ്മൾ പിന്നെയും റിവൈസ് ചെയ്യാണ്. അതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ നമ്മൾ ചെയ്യുന്നത്. എ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഫോർ ദ റിവൈസ്ഡ് ക്വാണ്ടിറ്റീസ് ആൻഡ് റേറ്റ് ഓഫ് ഐറ്റം ഓഫ് വർക്ക് ഒറിജിനലി പ്രൊവൈഡഡ് ഇൻ ദ എസ്റ്റിമേറ്റ് വിതൗട്ട് മെറ്റീരിയൽ ഡീവിയേഷൻസ് ഓഫ് എ സ്ട്രക്ചറൽ നേച്ചർ ഫ്രം ദ ഡിസൈൻ ഒറിജിനലി അപ്രൂവ്ഡ് ഫോർ ദ പ്രോജക്റ്റ്. ഓക്കെ, അപ്പം റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അതും ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. പക്ഷെ നമ്മളിത് എപ്പോഴാണ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒന്നിലും ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് നമ്മളിപ്പം ഡ്രോയിങ്സ് ഉണ്ടല്ലേ, ഡ്രോയിങ്സിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല, സ്ട്രക്ചറൽ ഡിസൈനിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിലും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. പക്ഷേ എന്തിലായിരിക്കും ചേഞ്ച് വരുന്നത്? റേറ്റിൽ ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്നത്. This is required when the sanctioned amount is exceeded due to change of rate or addition of works fairly dependent on the work at first sanctioned. ഇപ്പോൾ ഫസ്റ്റ് സാങ്ഷൻ ചെയ്തതിൽ നിന്നും ചേഞ്ച് ഓഫ് റേറ്റ് വരുമ്പോഴും അഡീഷൻ ഓഫ് വർക്ക് വരുമ്പോഴൊക്കെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് മെയിൻലി റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പണിത് തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ച് നിർത്തി വെച്ചേക്കുന്ന വീടൊക്കെ ഇപ്പോൾ തറ വരെ കെട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വോളൊക്കെ കെട്ടിയിട്ടുണ്ടാവും, ബാക്കിയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ അത് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇന്നൊരു വീട് വെക്കാമെന്ന് വിചാരിച്ചു, 20 lakhs ആണ് അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അപ്പോൾ ഞാൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പകുതി വരെയായി, സൂപ്പർ സ്ട്രക്ചർ വരെയൊക്കെ പണിയായി. പക്ഷെ അപ്പോഴേക്കും ഡ്യൂ ടു സം റീസൺസ് എനിക്ക് വർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു.
പിന്നെ ഇപ്പോഴൊന്നും നമ്മൾ തുടങ്ങുന്നില്ല. ആഫ്റ്റർ ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്താ, ഒരു ചേഞ്ചും ഇല്ല അല്ലേ? ആ വർക്ക് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയാണ് ഇനി ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഡ്രോയിങ്സിലും സ്ട്രക്ചറൽ ഡിസൈനിലും ഒന്നും മാറ്റമില്ല. അതേ മെറ്റീരിയൽ തന്നെയാണ് ഇനിയും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അവിടെ എന്ത് വന്നിട്ടുണ്ടാവും? റേറ്റ് ചേഞ്ച് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ സാൻഡിനും സിമെൻറ്റിനും ഒക്കെ ഒരു 3 ഇയേഴ്സ് മുമ്പുള്ള റേറ്റ് ആണോ ഇപ്പോൾ? അല്ലല്ലോ. ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടി വരിക ചെയ്യുന്നത്. അപ്പോൾ 3 ഇയേഴ്സ് കഴിയുമ്പം ഇതേ സംഭവങ്ങൾ വെച്ച് തന്നെ ഞാൻ അതേ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ബാക്കി നടത്തുമ്പോൾ ആ 20 lakhs എസ്റ്റിമേറ്റഡ് കോസ്റ്റ് മാറി. അതായത് അവിടുത്തെ മെറ്റീരിയലിൻ്റെ റേറ്റ് എല്ലാം മാറി. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും അതേ സംഭവം തന്നെയാണ്, റേറ്റ് മാറ്റി നമ്മൾ വീണ്ടും എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം. അതിനാണ് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. So it is required due to change of rate of quantity of materials. So no additions or revisions of drawing is necessary. അപ്പോൾ നമ്മൾ മെയിൻലി ചെയ്യുന്നത് റിവിഷൻ ചെയ്യുന്നത് റേറ്റ്, മെറ്റീരിയൽസിൻ്റെ റേറ്റിൽ ഡിഫറൻസ് വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഡ്രോയിങ്സിൽ എന്തെങ്കിലും അഡീഷൻസോ റിവിഷൻസോ ഒന്നും വരുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. Okay, it is accompanied with a comparative statement showing variations for quantity, rate and amount against each item of work in the project. അപ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വെക്കണം. പണ്ടത്തെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ എമൗണ്ടും ഇപ്പം നമ്മൾ റിവൈസ് ചെയ്ത എമൗണ്ടും കൂടിയുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ വെക്കണം. Then revised estimate is required for the following reasons. First one, when a sanctioned estimate is likely to exceed by more than 5%, when the expenditure of work exceed more than 10% of the administrative approval, when there are material deviation from original proposal, when the sanctioned estimate is more than actual requirement. Okay, these are the reasons. And ഇതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ ഫോർത്ത് വൺ ഈസ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ഓർ ക്വാണ്ടിറ്റി സർവേ. ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ഭയങ്കര ചെറുതാണ്, മീൻസ് അതിലധികമൊന്നുമില്ല. ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ് എ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് ഓർ ലിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് ഫോർ ഓൾ ദി ഐറ്റംസ് ഓഫ് വർക്ക് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള ഫുൾ ലിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റീസാണ്. ആ ക്വാണ്ടിറ്റീസിൻ്റെ ഫുൾ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ആയിരിക്കും ഈ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റിൽ ഉണ്ടായിരിക്കുക. ദ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക് ഈസ് വർക്ക്ഡ് ഔട്ട് ഫ്രം ദ ഡയമെൻഷൻസ് ഓൺ ദ ഡ്രോയിങ്സ്. ഓക്കെ, അത് നമ്മൾ മുമ്പ് പറഞ്ഞ തന്നെ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡ്രോയിങ്സിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ്, നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് റേറ്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ്. അപ്പോൾ അതാണ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആൻഡ് ഈസ് പ്രിപ്പയർഡ് വെൻ അഡീഷണൽ വർക്ക്സ് ആർ റിക്വയർഡ് to supplement the original work or when the further development is required during the progress of work. ഇപ്പോൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, എന്തെങ്കിലും സപ്ലിമെൻ്ററി വർക്ക്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഉള്ള പ്ലാനിൽ നിന്നും എന്തെങ്കിലും അഡീഷണൽ വർക്ക് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് പുതിയൊരു ഐഡിയ വരിക, അവിടെ അങ്ങനെ ഒരു എക്സ്ട്രാ റൂമും കൂടി കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ എക്സ്ട്രാ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വർക്കും കൂടി ചെയ്യാം എന്ന് നമുക്ക് തോന്നും. ഒന്നെങ്കിൽ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ പ്രോഗ്രസ് ഓഫ് വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് തോന്നും. അപ്പോൾ എന്ത് ചെയ്യണം? ആ എക്സ്ട്രാ കൊടുത്ത അല്ലെങ്കിൽ ആ എക്സ്ട്രാ എടുത്ത വർക്കിനും കൂടി നമ്മളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം, അഡീഷണൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ്. അതിനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പം ദിസ് ഇസ് എ ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് ദ അഡീഷണൽ വർക്ക് ഇൻ അഡീഷൻ ടു ദ ഒറിജിനൽ എസ്റ്റിമേറ്റ്. അപ്പോൾ അതും എന്താണ്? ഒരു ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ അതാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ ഈസ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അതാണ് അടുത്തത്. So when a project is partially abandoned and then the estimated cost of the remaining work is less than 95% of the original work, or when there are material deviations and change in the design which may cause substantial saving in the estimate, then the amount of original estimate is revised by the competent authority. Okay.
സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇൻ കേസ് നമ്മൾ വർക്ക് പാർഷ്യലി അബണ്ടൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അബണ്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് റിമൈനിങ് വർക്ക് ലെസ് ദാൻ 95% ആവുന്ന കേസിൽ ചെയ്യാൻ പറ്റും. അതേപോലെ മെറ്റീരിയൽ ഡീവിയേഷൻസ്, മെറ്റീരിയൽസ് അവിടെ ചേഞ്ച് ചെയ്യാണ് വർക്കിൻ്റെ മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്യുമ്പം, അതേപോലെ ഡിസൈനിൽ അല്ലെങ്കിൽ ഡ്രോയിങ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പം, അങ്ങനത്തെ കേസസിലൊക്കെയാണ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്യുന്നത്. A supplementary and revised estimate is then prepared and fresh technical sanction of the competent authority is obtained. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു ടെക്നിക്കൽ സാങ്ഷനിങ് നമ്മൾ പിന്നെയും അതിന് വേണ്ടിയിട്ട് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ്. കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ complete estimate, this is an estimated cost of all items which are related to the work in addition to the main contract or to the detailed estimate. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബെസ്റ്റ് ആൻഡ് അക്യുറേറ്റ് എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ കംപ്ലീറ്റ് എസ്റ്റിമേറ്റും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മളിത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ കൂടെ ഒരു അഡീഷനായിട്ട് ചേർക്കുന്നതാണ് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ്. അതിലെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളുടെയും എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഉണ്ടാവും. ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിലുണ്ടാവുകയെന്ന്. ഫസ്റ്റ് ഇതേ കണ്ടോ, കോസ്റ്റ് ഓഫ് ലാൻഡ് ഉണ്ടാവും അതിനകത്ത്. ഇപ്പം നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ മാത്രമല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ്, അതായത് ഇപ്പോൾ വർക്ക് ആണെങ്കിൽ, ബിൽഡിംഗ് ആണെങ്കിൽ, റോഡാണെങ്കിൽ, എന്താണെങ്കിലും ആ ഒരു വർക്കിൻ്റെ മാത്രം എസ്റ്റിമേറ്റാണ് ഡീറ്റെയിൽഡ്. കംപ്ലീറ്റിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും വരും. കാരണം ആ പ്രോജക്റ്റ് ഇപ്പോൾ സിറ്റുവേറ്റ് ചെയ്യാൻ പോകുന്ന ലാൻഡ് അടക്കം വരും. പിന്നെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഡ്രോയിങ്സിൽ നിന്നൊക്കെയാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ആ ഡ്രോയിങ് വരയ്ക്കാനൊക്കെ പിന്നെ നമ്മൾ ഒരു കൺസൾട്ടൻസിയിൽ പോകണം, എൻജിനീയറിംഗ് ഫീസ് കൊടുക്കണം ഒക്കെ ഇല്ലേ. പക്ഷെ അതൊന്നും നമ്മൾ എടുക്കുന്ന എസ്റ്റിമേറ്റിൽ വരില്ലല്ലോ. പക്ഷേ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, അതിലെന്താ വരുന്നതെന്ന് നോക്കാം. ദ കോസ്റ്റ് ഓഫ് ലാൻഡ് ഉണ്ട്, ദെൻ കോസ്റ്റ് ഓഫ് ലീഗൽ എക്സ്പെൻസസ് റിക്വയർഡ് ബിറ്റ്വീൻ ദ ഓണേഴ്സ് ആൻഡ് ദ കോൺട്രാക്ടർ, then cost of main contract or material, labor, supervision, then contingency 5% of the work for extra works, then engineering fees, പിന്നെ പെർമിറ്റ് ഫീ ഫോർ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ. അപ്പം നമുക്കറിയാം നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതോറിറ്റീസിൽ പോകണം അല്ലേ. ഇപ്പം ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള ഓഫീസുകളിൽ പോയിട്ട് പെർമിറ്റ് എടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ഫിക്സഡ് എമൗണ്ട് അതിന് വേണ്ടി കൊടുക്കണം. ആൻഡ് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കാനും നമ്മൾ ഒരുപാടൊന്നുമല്ല, നമ്മളുടെ ബിൽഡിംഗ് എന്താണോ അതിൻ്റെ ഒരു ഏരിയ അനുസരിച്ച് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ഫീസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഫീസ് അതിൽ വരും. ദെൻ മിസലേനിയസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് ഓണർ വിത്ത് ഹിസ് പാർട്ടി, ഇതൊക്കെ വരും. പിന്നെ എൻജിനീയറിംഗ് ഫീസിൽ എന്തൊക്കെ വരുന്നു വെച്ചാൽ കോസ്റ്റ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ, ഡിസൈൻ, എസ്റ്റിമേറ്റ് ആൻഡ് സാങ്ഷൻ ഫീ. നമ്മളിങ്ങനെ പ്ലാൻ വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും എസ്റ്റിമേറ്റ് ചെയ്യാനുമുള്ള ഫീസ്. ഇൻ കേസ് അവർ സൂപ്പർവിഷന് വേണ്ടിയിട്ട് ആൾക്കാരെ വിടുന്നുണ്ടെങ്കിൽ ദെൻ കോസ്റ്റ് ഫോർ സൂപ്പർവിഷൻ ഓഫ് വർക്ക്സ്, അതും നമുക്ക് വരും. പിന്നെ ഈ കോസ്റ്റ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് പ്ലാനിൽ തന്നെ ഫസ്റ്റ് കോസ്റ്റ് or actual cost of land ഉണ്ട്, cost of surveying, then cost of examination of deeds, title of land, execution of deeds, defaulting taxes, land, streets improvement, etc. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അപ്പോൾ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ലാൻഡിൻ്റെ കോസ്റ്റ്, ഇങ്ങനെ പ്ലാൻ വരയ്ക്കാൻ എസ്റ്റിമേറ്റ് എടുക്കാനൊക്കെയുള്ള എൻജിനീയറിംഗ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷനുള്ള കോസ്റ്റ്, അതോറിറ്റീസിൽ പെർമിറ്റിന് വേണ്ടി കൊടുക്കുന്ന കോസ്റ്റ്, ലീഗൽ എക്സ്പെൻസസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്, അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആനുവൽ മെയിൻ്റനൻസ് ഓർ റിപ്പയർ എസ്റ്റിമേറ്റ്. അതാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. ഓക്കെ, ആനുവൽ മെയിൻ്റനൻസ് ഓർ റിപ്പയർ എസ്റ്റിമേറ്റ്. സോ ഇതിൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് എ വർക്ക് ഇറ്റ് ഈസ് നെസസറി ടു മെയിൻറ്റെയിൻ ആൻ എസ്റ്റിമേറ്റ് ഫോർ ഇറ്റ്സ് പ്രോപ്പർ ഫങ്ഷൻ. ഇപ്പം നമ്മളൊരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അത് ഓക്കെ കഴിഞ്ഞു പിന്നെ നിർത്തി, അങ്ങനെയല്ലല്ലോ. നമ്മൾ അതിന് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് കൊടുക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിന് എന്തെങ്കിലും റിപ്പയർ കൊടുക്കും, അങ്ങനെയല്ലേ. ചിലർ ആനുവൽ മെയിൻ്റനൻസ് ഉണ്ടാവും, അതായത് എല്ലാ വർഷവും പെയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കും. അതിനെയാണ് ആനുവൽ മെയിൻ്റനൻസ് ഓർ റിപ്പയർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ ഐറ്റംസ് വിച്ച് റിക്വയർ റിന്യൂവൽ, റീപ്ലേസ്മെൻറ്റ്, റിപ്പയർ എക്സെട്ര ഇൻ ദ ഫോം ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ റിന്യൂവലിനും റീപ്ലേസ്മെൻറ്റിനും റിപ്പയറിനും എല്ലാം വേണ്ടിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. ഫോർ ബിൽഡിങ്സ് ദിസ് ഇൻക്ലൂഡ് വൈറ്റ് വാഷിംഗ്, കളർ വാഷിംഗ്, പെയിൻറ്റിങ്, മൈനർ റിപ്പയർ എക്സെട്ര. ഇപ്പോൾ ബിൽഡിങ്ങിന് മെയിനായിട്ട് വരുന്ന വർക്കുകൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ദെൻ റോഡ് വർക്ക് ആണെങ്കിലോ ദിസ് എസ്റ്റിമേറ്റ് പ്രൊവൈഡ് ഫോർ പാച്ച് റിപ്പയറിംഗ്, റിന്യൂവൽസ്, റിപ്പയർ ഓഫ് ബ്രിഡ്ജസ് ആൻഡ് കൾവേർട്സ് എക്സെട്ര. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് ഓർ റിപ്പയർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 9th one ഈസ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. This is prepared on the basis of plinth area of building, the rate being deduced from the cost of similar building having similar specification, height and construction in the locality. ഇപ്പോൾ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്ലിന്ത് ഏരിയ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ആ പ്ലിന്ത് ഏരിയ വെച്ചിട്ട് നമ്മളൊരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും, സിമിലർ വർക്ക്സ് ഒക്കെ നോക്കിയിട്ട്. അപ്പോൾ പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ പ്ലിന്ത് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് ഇൻറ്റു പ്ലിന്ത് ഏരിയ റേറ്റ്, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് പ്ലിന്ത് ഏരിയ നമ്മൾ എടുക്കുന്നത് ഫ്ലോർ ലെവൽ വെച്ചിട്ടാണ് അല്ലേ. നമ്മുടെ ഫ്ലോർ ലെവൽ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ എക്സ്റ്റേണൽ ഡയമെൻഷൻസ് കൺസിഡർ ചെയ്തിട്ട്. ദ പ്ലിന്ത് ഏരിയ ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഫോർ ദ കവേർഡ് ഏരിയ ബൈ ടേക്കിംഗ് എക്സ്റ്റേണൽ ഡയമെൻഷൻസ് ഓഫ് ദ ബിൽഡിംഗ് അറ്റ് ദ ഫ്ലോർ ലെവൽ. Then courtyard, other open area should not be included in the plinth area. അപ്പോൾ പ്ലിന്ത് ഏരിയയിൽ നമ്മളിങ്ങനെ ഓപ്പൺ സ്പേസസ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലിന്ത് ഏരിയ കൺസിഡർ ചെയ്യുന്നത്. അതിനെ കറസ്പോണ്ടിങ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള റേറ്റ് കിട്ടും. അതാണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്. അത് വെച്ചിട്ട് നമുക്കൊരു അപ്രോക്സിമേറ്റ് കോസ്റ്റാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ്. Cubic rate estimate is a preliminary estimate or as approximate estimate. അതങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു അപ്രോക്സിമേറ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പ്ലിന്ത് ഏരിയ മാത്രം നോക്കിയിട്ട് എത്രയാകും എന്ന് പറയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫിക്സഡ് എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ഒരു കൈൻഡ് ഓഫ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണെന്ന് പറയുന്നത്. ക്യൂബിക് റേറ്റും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ക്യൂബിക്കൽ കണ്ടൻസ് ഓഫ് ദ ബിൽഡിംഗ്. നമ്മുടെ ബിൽഡിങ്ങിലെ ക്യൂബിക്കൽ കണ്ടൻസ് വെച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ക്യൂബിക്കൽ കണ്ടൻസ് വെച്ചിട്ടാണ് നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദ ക്യൂബ് റേറ്റ് ബീങ് ഡെഡ്യൂസ്ഡ് ഫ്രം ദ കോസ്റ്റ് ഓഫ് സിമിലർ ബിൽഡിംഗ് ഹാവിങ് സിമിലർ സ്പെസിഫിക്കേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻ ദ ലൊക്കാലിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമിലർ ബിൽഡിംഗ് അല്ലെങ്കിൽ സിമിലർ ടൈപ്പ് ഓഫ് വർക്ക് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. This is calculated by finding the cubical content of the building LBH and multiplied by the cubic rate. അപ്പോൾ ഇതേപോലെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ്, ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ, വാള് ഒക്കെ അതിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ക്യൂബിക്കൽ കണ്ടൻസ് കണ്ടുപിടിക്കുക, കറസ്പോണ്ടിങ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ നമുക്ക് ഡ്രോയിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡയമെൻഷൻസിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. The length and breadth should be taken as the external dimension of the building at the floor level and height should be taken from floor level to top of roof. അപ്പോൾ ഹൈറ്റ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? താഴെ നിന്ന് മുകളിലേക്കേ എടുക്കില്ല. അതായത് ഇപ്പം ഫ്ലോർ ലെവലിൽ നിന്നാണ് നമ്മൾ ഹൈറ്റ് കൺസിഡർ ചെയ്യുന്നത്. ഫ്ലോർ ലെവലിൽ നിന്ന് റൂഫ് വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മളൊരു ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. For storied building, the height should be taken between floor level of one story to top of next higher floor. The foundation and plinth and the parapet above the roof are not taken into account in finding the critical content. ഇപ്പം ഹൈറ്റ് എന്ന് പറയുമ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒറ്റയടിക്ക് കാണുന്ന ഹൈറ്റ് അല്ല. അതായത് ഇപ്പം നമ്മളൊരു വീട്ടിലേക്ക് നോക്കുമ്പം സിംഗിൾ സ്റ്റോറിയുടെ ഒക്കെയാണെന്ന് വെച്ചാൽ അപ്പം മുകളിൽ നമ്മൾ പാരപ്പറ്റൊക്കെ കെട്ടിയത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ബിൽഡിങ്ങിൽ നമ്മളത് കൂട്ടില്ല. ഫ്ലോർ ലെവൽ ടു റൂഫ് വരെയുള്ള ഹൈറ്റേ നമ്മൾ എടുക്കുള്ളൂ. ഇതേപോലെ പാരപ്പറ്റൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യും. ഇപ്പോൾ സ്റ്റോറീഡ് ബിൽഡിംഗ് ആണെങ്കിലും ഓരോ സ്റ്റോറീൻ്റെ ഫ്ലോർ ലെവലും അതിൻ്റെ റൂഫും വരെയുള്ള ഹൈറ്റ് വെച്ചിട്ടാണ്
ഒരു സ്റ്റോറീൻ്റെ ഹൈറ്റ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ് ഈസ് മോസ്റ്റ് അക്യുറേറ്റ് ആസ് കമ്പയർഡ് ടു പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ആസ് എ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഓൾസോ കമ്പയർഡ്. ഇപ്പോൾ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റിനേക്കാളും കുറച്ചും കൂടി അക്യുറേറ്റ് എന്താണ്, ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ് ആണ്. കാരണം നമ്മൾ പ്ലിന്ത് ഏരിയയിൽ ജസ്റ്റ് ആ ഏരിയ മാത്രമല്ലേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ലെങ്ത്ത് ബ്രെഡ്ത്തും അതിൻ്റെ കൂടെ ഹൈറ്റും കൂടി കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അതിനേക്കാളും കുറച്ചും കൂടി അക്യുറേറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എസ്റ്റിമേറ്റ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് വോളാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി എടുക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഫസ്റ്റ് നമ്മൾ പ്ലിന്ത് ഏരിയ എടുത്തു, മറ്റേ നമ്മൾ ക്യൂബിക്കൽ കണ്ടൻസ് എടുത്തു. അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റിയിൽ the approximate total length of wall is found in running meter, and this total length is multiplied by the rate per running meter of the wall gives fairly accurate result. അപ്പോൾ അതിലെന്ന് വെച്ചാൽ നമ്മൾ വാളിൻ്റെ ടോട്ടൽ ലെങ്ത്ത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റും കൊണ്ട് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ കിട്ടുന്ന റേറ്റ് അത് വെച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ്, അതാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. Then for this method the structure may be divided into two parts. അപ്പോൾ ഇതിന് നമുക്ക് സ്ട്രക്ചറിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. ദ ഫൗണ്ടേഷൻ ഇൻക്ലൂഡിങ് പ്ലിന്ത് ഏരിയയും സൂപ്പർ സ്ട്രക്ചറും, അങ്ങനെ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ലെങ്ത്ത് മാത്രം എടുത്തിട്ട് അതിന് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഒരു എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ അത്ര അക്യുറേറ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കില്ല. ഓക്കെ, ഈ പ്ലിന്ത് ഏരിയ, ക്യൂബിക് റേറ്റ് ആൻഡ് ലാസ്റ്റ് പറഞ്ഞ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് അക്യുറേറ്റ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഈ 11 എണ്ണം. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ പേരൊക്കെ അറിഞ്ഞിട്ട് ഒരു അത്യാവശ്യം ഒരു നോളജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എസ്റ്റിമേറ്റ്, ഇതാണ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. Okay, that's it.